മിഡിൽ ഈസ്റ്റിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പതനത്തിന് ശേഷം സിറിയയിൽ ഇസ്രായേൽ കാര്യമായ സൈനിക നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്രായേൽ പ്രതിരോധ സേന തന്ത്രപ്രധാനമായ സിറിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുകയും ഗോലാൻ കുന്നുകളിലെ ഇസ്രായേലിനും സിറിയയ്ക്കും ഇടയിലുള്ള സൈനികരഹിത മേഖലകളിലേക്ക് നീങ്ങുകയും ചെയ്തു. അസദ് സർക്കാരിന്റെ തകർച്ചയെ തുടർന്ന് ഗോലാൻ കുന്നുകളിലെ കുടിയേറ്റം ഇരട്ടിയാക്കുവാനുള്ള തീരുമാനത്തിനും ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഗോലാൻ കുന്നിൽ നിലവിലുള്ള ഇസ്രായേൽ ജനതയുടെ എണ്ണം ഇരട്ടിയാക്കുവാനാണ് ഇസ്രായേലിന്റെ നീക്കം. അസദിന്റെ വീഴ്ചയോടെ സിറിയയുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിൽ പുതിയ സൈനിക മുന്നണി ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. നിലവിൽ 30ഓളം ഇസ്രായേൽ സെറ്റിൽമെന്റുകളാണ് ഗോലാൻ കുന്നുകളിലുള്ളത്. ഇതിൽ 20,000-ഓളം പേർ താമസിക്കുന്നു. അത്ര തന്നെ സിറിയൻ പൗരന്മാരും ഇവിടെയുണ്ട്. ഗോലാനിലേക്ക് 20,000 പേരെ കൂടി കൊണ്ടുവരുവാനാണ് ഇസ്രായേൽ നീക്കം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗോലാൻ കുന്നുകൾ വളരെ സുപ്രധാനമായ ഒരിടമാണ്. ഇവിടം ഇസ്രായേൽ സിറിയ അതിർത്തി പ്രദേശം ആയതുകൊണ്ടും സ്ഥിതി ചെയ്യുന്നത് വളരെ ഉയരത്തിലായതുകൊണ്ടും സിറിയ ഇവിടം പിടിച്ചെടുത്താൽ വളരെ വേഗത്തിൽ ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുവാനും വെടിയുതിർക്കുവാനും സാധിക്കും. ഇത് മുന്നിൽ കണ്ടാണ് 1967-ലെ 6 ദിന യുദ്ധത്തിൽ ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തത്.